ചേച്ചിന്നാണ് കുന്നംകുളത്താണ് വരുന്നത്. ഏകദേശം ഒരു 6 വർഷം മുന്നേ ഒരു അവസരത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അന്ന് കടന്നു വന്നെങ്കിലും അന്നൊന്നും ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചില്ല. അതായത് എൻ്റെ ജോലി ഇതുപോലെ ലാബ് ടെക്നീഷ്യനായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. 23 വർഷം ഒരു മേഖലയിൽ ജോലി ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് ഒരു അധിക വരുമാനം അത്യാവശ്യമായി വന്ന സാഹചര്യത്തിലാണ് ഞാൻ പല ജോലികളും ചെയ്തിരുന്നത് എക്സ്ട്രാ വരുമാനത്തിന് വേണ്ടിയിട്ട്. അന്നത്തെ എൻ്റെ ലാബിന്റെ ഓണറും ഇന്ന് MTC ലീഡറായിട്ടുള്ള നൗഷാദ് സാറാണെങ്കിൽ കൃത്യമായി നിന്നുവരും. അന്ന് അദ്ദേഹം പറയുന്ന സമയത്ത് റീറ്റെയിൽ പ്രോഫിറ്റ് ഇന്നിവിടെ സാറോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ആഴ്ചയിൽ കിട്ടുന്ന വരുമാനത്തെ കുറിച്ച്. പക്ഷെ ആഴ്ചയിൽ കിട്ടുന്ന വരുമാനത്തെ കുറിച്ച് 2,10,10,000 കഥയൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഒരു ഹെയർ ഓയിൽ വിട്ട് 110 രൂപ വിട്ട് ചേച്ചി എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ അതിന് റീറ്റെയിൽ പ്രോഫിറ്റ് വേണ്ടി മാത്രം ബിസിനസ് തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ അതിനുശേഷം ഒരു 5-6 മാസങ്ങൾക്ക് ശേഷം ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഇതിന് സാധ്യത മനസ്സിലായത്. അന്ന് എന്നെ ചിന്തിപ്പിച്ചത് എത്രയായിരുന്നു, അന്നത്തെ കാൽക്കുലേഷൻ വെച്ച് നോക്കി. അതായത് നമ്മൾ ഒറ്റയ്ക്ക് ജോലി ചെയ്താൽ ഒരു ദിവസം 8-10 മണിക്കൂറേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അതിനനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് വരുമാനം കിട്ടുന്നത്. എന്നാൽ ഇവിടെ വർക്കിംഗ് ടൈം കൂട്ടിയെടുക്കാൻ പറ്റുന്നത് ടീം വർക്കാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ അന്ന് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഇത്രയായിരുന്നു, എനിക്ക് ഇനി എത്ര നാൾ ജോലി ചെയ്യാൻ പറ്റും, അതായത് എത്ര വർക്കിംഗ് ടൈം എനിക്ക് കിട്ടും, ആ വർക്കിംഗ് ടൈമിനനുസരിച്ചുള്ള വരുമാനം എനിക്ക് കിട്ടുള്ളൂ. അപ്പൊ എന്റെ മുന്നിലുള്ള സമയം നമ്മൾ 15 വർഷം, അന്ന് 45 വയസ്സ്, ഏകദേശം 60 വയസ്സ് വരെ ജോലി ചെയ്യാൻ പറ്റുമായിരിക്കാം. അപ്പോ 15 വർഷം എനിക്ക് എത്ര നേടാം എന്നുള്ളത് ഞാൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു. നിലവിലുള്ള എന്റെ ഡിസ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ അവിടെ വളരെ വലിയൊരു അന്തരമാണ് കണ്ടത്. അതായത് ലക്ഷങ്ങള് മക്കൾക്ക് ബാധ്യത വരുത്തി വെച്ച് പോകേണ്ട ഒരു അവസ്ഥയാണ്. അവിടെയാണ് ഈ ഒരു ബിസിനസിന്റെ പ്രസക്തി കിടക്കുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് കൂടുതൽ ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളും ഒക്കെ അറ്റൻഡ് ചെയ്യുകയും ചെറുതായിട്ടൊക്കെ ഒന്ന് പ്രവർത്തിച്ചു തുടങ്ങി. അങ്ങനെ ലാബിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഒരു ബിസിനസ്സിന് വേണ്ടി കുറച്ച് ടൈം, വളരെ പാർട്ട് ടൈം ഒരു ബിസിനസ്സിന് വേണ്ടി കൊടുത്തപ്പോൾ ചെറിയ ചെറിയ വരുമാനങ്ങൾ കിട്ടി. 500 രൂപയായിട്ടും 600 രൂപയായിട്ടൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ വിശ്വാസം വന്നപ്പോൾ പിന്നെ അത് കൂട്ടിയെടുക്കി. അങ്ങനെ ആഴ്ചയിൽ 5000 കിട്ടിയപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, ഒരു മാസം ഇവിടെ വർക്ക് ചെയ്ത 10,000 രൂപ ശമ്പളം, ഇവിടെ വളരെ പാർട്ട് ടൈം ഒരു ബിസിനസ്സിന് വേണ്ടി കൊടുത്തപ്പോൾ 5000 രൂപ കിട്ടിയപ്പോൾ പിന്നെ ഞാൻ അവിടെ നിൽക്കും. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് വേറെ സ്റ്റാഫിനെ ഇവിടെ നോക്കാം, എനിക്ക് ഫുൾ ടൈം ഒരു ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടല്ലോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കൂടുതൽ സമയം ബിസിനസ്സിന് വേണ്ടി കൊടുത്തപ്പോൾ 5000 എന്നുള്ളത് കൂട്ടി 10,000 ആക്കി, 20,000 ആക്കി. അങ്ങനെ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഏകദേശം 7 കോടിയിലധികം ടേൺ ഓവർ കമ്പനിക്ക് കൊടുക്കുകയാണ്. അത് എന്റെ കഴിവല്ല, അത് ഈ ഒരു ബിസിനസിന്റെ സിസ്റ്റത്തിന്റെ കഴിവാണ്. ഇതിപ്പോ എങ്ങനെ ഒരു 2 ആളെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമെന്ന് ചിന്തിച്ചിരുന്ന എന്റെ ഈ ഒരു ടീമില് ഇന്നിപ്പോ 4519 ഐഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്റെ വേദിയിൽ നിൽക്കുന്ന ഷിബിൻ സാറിനെ പോലെ അങ്ങനെ ഒത്തിരി ആളുകൾ ഇന്ന് ഏറ്റവും കൂടെ ഈ ഒരു ബിസിനസ്സിൽ എന്നേക്കാൾ കഴിവും കപ്പാസിറ്റിയുള്ള ഒത്തിരി ആളുകൾ എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ടേൺ ഉണ്ടായത്. അപ്പൊ പലരും ചിന്തിക്കുന്ന കാര്യം എത്രയാണ്, എനിക്ക് അവർക്കൊക്കെ സാധിക്കും, എനിക്ക് സാധിക്കില്ലല്ലോ. ഒന്നല്ല, നമ്മൾ ഈ ഒരു സിസ്റ്റത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരാൻ സാധിക്കും. എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും. ഇത് കാലഘട്ടത്തിന്റെ ബിസിനസ്സാണെന്ന് മനസ്സിലാക്കുക. കാലം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അവിടെയാണ് ഈ ഒരു ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രസക്തി കിടക്കുന്നത്. അതായത് 2023 മുതൽ 2028 വരെ ഡയറക്ട് സെല്ലിന്റെ സുവർണ കാലഘട്ടമാണ് പറഞ്ഞത്. അപ്പൊ ഇവിടുന്ന് എത്തിയത് എല്ലാം ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്നവരെ വിശ്വസിക്കുക. എനിക്ക് ഈ ബിസിനസ്സിൽ വന്നത് കൊണ്ടുണ്ടായ നേട്ടം എന്ന് പറയുകയാണെങ്കിൽ കിഡ്നിഫെയിലറായിരുന്നു. 13 വർഷം അദ്ദേഹത്തിന് ചികിത്സിക്കേണ്ടി വന്നിട്ടുണ്ട്. 4.5 വർഷം ഡയാലിസിസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി നല്ല രീതിയിൽ എനിക്ക് നോക്കാൻ പറ്റി എന്നുള്ളതാണ്. ഒരാളോട് പോലും കൈ കാണിക്കാതെ എനിക്ക് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിച്ചു എന്നതാണ് എന്റെ ഏറ്റവും വലിയ നേട്ടം. പിന്നീട് മകളുടെ കല്യാണം, ഡെലിവറി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ സാധിച്ചത് ഈ ഒരു ഫൈനാൻഷ്യൽ ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് മാത്രമാണ്.
ഒരു ഓട്ടോമാറ്റിക് വാഗണാർ ഉപയോഗിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്നവരെ വിശ്വസിക്കുക, കൂടെ നിൽക്കുക, ഏറ്റെടുത്ത് പ്രവർത്തിക്കുക. പ്രവർത്തിച്ച വിജയവും എല്ലാവർക്കും അത് സാധിക്കട്ടെ. എല്ലാവരുടെയും